നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ബാംഗ്ലൂരിലെ ഒരു ചേച്ചി നമ്മളെ ഇടക്കെല്ലാം വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ തയ്ക്കുമെന്ന് അറിഞ്ഞപ്പോൾ അവർ തയ്ക്കാനിലെ മെറ്റീരിയലും മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞ ദിവസം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് സാരിയും എനിക്ക് ചുരിദാറും കൂടി ആ കൂട്ടത്തിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഒരു സമ്മാനം അയച്ചു തരുന്നത്. അമ്മക്കും എനക്കെല്ലാം ഒരുപാട് സന്തോഷമായി. ഒരിക്കലും നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ അവരയച്ചു തന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരെ മെഷർമെൻറ്റും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കൊറിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ അരിയുണ്ടിയും അച്ചാറിലാക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് അയക്കുന്ന സമയത്ത് അരിയുണ്ടിയും അച്ചാറും കൂടി എനിക്ക് കൊറിയർ അയക്കണമെന്ന്. അങ്ങനെ അമ്മ ഇന്ന് പണിക്ക് പോയിനി. അപ്പോൾ പണിക്ക് പോകുന്നതിന് പോട്ടെ അമ്മ അരിയുണ്ടി ആക്കി, ഞാനിതാ അച്ചാറും ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ വിളിക്കുന്ന സമയത്തെല്ലാം പറയാറുണ്ടായിരുന്നു താളം കിഴങ്ങ് ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ അമ്മ രാവിലെ പണിക്ക് പോകുന്നതിന് മുന്നേ ഇതാ താളം കിഴങ്ങും കൂടി കളിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു സർപ്രൈസ് ആണ് കേട്ടോ. താളം കിഴങ്ങ് അയക്കുന്ന കാര്യം നമ്മ അവരോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഡ്രസ്സും എല്ലാം റെഡിയാക്കിയതിന് ശേഷം കൊറിയർ ഓഫീസിന്റെ അടുത്ത് നിന്ന് തന്നെ നല്ലൊരു കാർബോണിന്റെ ബോക്സ് എല്ലാം വാങ്ങി എല്ലാം നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു. പിന്നെ അഡ്രസ്സ് എല്ലാം എഴുതി അയച്ചു കൊടുത്തതിന് ശേഷം നമ്മ വരുന്ന വഴിക്ക് ചോറ് കഴിക്കാനായിട്ട് കയറിയിട്ടാ. എന്നാൽ ചേട്ടന് വേറെന്തല്ലോ ആവശ്യം ഉണ്ടായതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് വിശപ്പിന്റെ വിളി നല്ലോണം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചോറ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ വരുന്ന വഴിക്ക് അധികം ലോകുനും പലഹാരം കൂടി വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങി.